കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം രാജ്യത്ത് പൊതുവെ ആ ബജറ്റിനെ സംബന്ധിച്ച് അനുകൂലമായും പ്രതികൂലവുമായിട്ടുള്ള ധാരാളം ചർച്ചകൾ നടക്കുകയാണ്. സാധാരണ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫെബ്രുവരിയിൽ കേന്ദ്ര ബഡ്ജറ്റിനെ തുടർന്നാണ് സംസ്ഥാന ബഡ്ജറ്റുകൾ സാധാരണ അവതരിപ്പിക്കാറ്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാവാം സംസ്ഥാന ബഡ്ജറ്റ് കുറിച്ച് നേരത്തെ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും കേന്ദ്ര ബജറ്റിനെ തുടർന്ന് നടത്തേണ്ട സാമ്പത്തിക പരിഷ്കരണ സംരംഭങ്ങൾക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ വലിയൊരു റോൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. സംസ്ഥാന ബഡ്ജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുറെ പ്രഖ്യാപനങ്ങളായി. അതിന്റെ പുറത്ത് ധനകാര്യ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും മുമ്പോട്ട് വെച്ചിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ സമീപനങ്ങളോ ഒന്നും ഈ പ്രാവശ്യം സംസ്ഥാന ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ധനകാര്യമന്ത്രി തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അത്തരം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അത്തരം കർക്കശമായിട്ടുള്ള നിലപാടുകൾ സാധിക്കുകയില്ല എന്ന് അങ്ങനെയാണ് സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത്. നമുക്ക് ആദ്യം കേന്ദ്ര ബഡ്ജറ്റിലേക്കാണ് പോകണം. 9ാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. തുടർച്ചയായിട്ട് 9 വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ സമാനമായ രീതിയിൽ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ധനകാര്യ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പ്രണബ് കുമാർ മുഖർജി ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ തുടർച്ചയായിട്ട് 9ലേറെ പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. 9ലേറെ പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തുടർച്ചയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമീപനം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടൊരു തുടർച്ച എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, പരിഷ്കരണ നടപടികൾ, അതൊരു തുടർ പ്രക്രിയയുടെ ഭാഗമാണ് എന്നുള്ളതാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതുകൊണ്ട് ബഡ്ജറ്റ് സാധാരണ കുറെ പ്രഖ്യാപനങ്ങൾ ഒതുങ്ങുക എന്നുള്ളതായിരുന്നു പതിവ്. പക്ഷെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകൾ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചില പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് പരിമിതമായിരുന്നു. അതിനപ്പുറത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് സ്ഥിരതയാർന്ന ഒരു വളർച്ചയുണ്ടാവണം, ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയുണ്ടാവണം. അപ്പൊ സ്റ്റഡി ആൻഡ് സ്റ്റെബിലിറ്റി എന്നുള്ളത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. 2027 ആകുമ്പോഴേക്കും 5 ട്രില്യൺ എക്കോണമിയിലേക്ക് രാജ്യം എത്തണം എന്നുള്ളതായിരുന്നു 2019 തന്റെ ബഡ്ജറ്റിൽ നിർമ്മലാജി സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. നാം ഏതാണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മെല്ലെ മെല്ലെ അടുക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ ആകെയുള്ള സമ്പദ് വ്യവസ്ഥ 3.5 ട്രില്യൺ ഡോളറിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2027 ആകുമ്പോഴേക്ക് നിർമ്മലാജി പറഞ്ഞ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാവരും സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സ്ഥിരതയാർന്ന ഒരു വികസനം ഉണ്ടാവണം, അതിനാവശ്യമായിട്ടുള്ള പരിഷ്കരണ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതിന്റെ ഭാഗമായി ഇപ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിനെ കുറിച്ച് ധനകാര്യമന്ത്രി പറഞ്ഞത് ഒരു യുവശക്തി ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. യുവശക്തി ബഡ്ജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറക്ക് ഈ കാലഘട്ടത്തിൽ അവരുടെ അഭിലാഷങ്ങളെയും അഭിരുചികളെയും അത് പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിൽ ലോക സാഹചര്യത്തോട് മത്സരിക്കുക എന്നുള്ളതാണ്. നാം ഒരു തുരുത്തായി ഇന്ത്യ മാറുന്നതിന് പകരം ലോകത്തിലുണ്ടാകുന്ന എല്ലാ സാമ്പത്തിക പ്രക്രിയയിലും നമ്മുടേതായിട്ടുള്ള സ്ഥാനം അടയാളപ്പെടുത്തുകയും നമ്മുടെ രാജ്യത്തിലെ യുവതലമുറക്ക് അവരുടെ ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മത്സരാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യം കടക്കണം.
എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇപ്രാവശ്യം യുവശക്തി ബഡ്ജറ്റ് എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചത്. അതിനാവശ്യമായ നാം ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ പുതിയ കാലഘട്ടത്തിലെ നിർണായകമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുന്നത് 3 മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഒന്ന്, നമ്മുടെ വളർച്ചയ്ക്ക് വേഗം കൂട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സാമ്പത്തിക വളർച്ച നാം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തണം. 2029 ആകുമ്പോഴേക്കും ലോകത്തിലെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഭാരതം മാറണം. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പാണ് നാം ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയത്. 2029-30 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും അത് 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറണം. 2032-33 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും അത് 2ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറണം എന്നുള്ളതാണ്. അതിലൊരുപക്ഷെ 2ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുക എന്നുള്ളത് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷയായിട്ട് നമുക്ക് തോന്നാം. അത് എളുപ്പമല്ല. കാരണം നാം മത്സരിക്കേണ്ടി വരുന്നത്, ഇതിപ്പോ നാം $5 ട്രില്യൺ കുറിച്ച് പറയുമ്പോൾ നാം 2ാമത്തെയും 1ാമത്തെയും സാമ്പത്തിക ശക്തിയെ മത്സരിക്കുക എന്ന് പറയുന്നത് $30 ട്രില്യൺ അമേരിക്കയോടോ $26 ട്രില്യൺ ചൈനയോടൊക്കെയാണ് നാം മത്സരിക്കേണ്ടത്. പക്ഷേ ഒരു ടാർഗറ്റ് എന്നുള്ളത് രാജ്യത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരും ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് 2032-33 ഒക്കെ ആകുമ്പോഴേക്കും ഈ ലക്ഷ്യം നമുക്ക് ഫുൾഫിൽ ചെയ്യണമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലെ സാമ്പത്തിക മേഖലയുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗം കൂട്ടുക എന്നുള്ളതാണ് ഇപ്രാവശ്യം അവതരിപ്പിച്ചുള്ള ബഡ്ജറ്റിന്റെ 1ാമത്തെ ലക്ഷ്യമായിട്ട് ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സൂചിപ്പിച്ചത്. 2ാമത്, രാജ്യത്തിന്റെ പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളുണ്ട്. ആ ജനവിഭാഗങ്ങളുടെ ജീവിതവും അവരുടെ ആഗ്രഹങ്ങളും അത് പൂർത്തിയാക്കാൻ സാധിക്കുന്ന രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം ഉണ്ടാകണം. അതിന്റെ വിശദാംശങ്ങളൊക്കെ ബഡ്ജറ്റിന്റെ തുടർ വായനയിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. 3ാമത്, ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സബ്കേ സാത്ത് സബ്കേ വികാസ് എന്നതാണ്. സബ്കേ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ ആവശ്യമായ, എല്ലാവരെയും ചേർത്തുള്ള വികസനം ഉണ്ടാവണം. ഈ 3 ലക്ഷ്യമാണ് ബഡ്ജറ്റിനുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഈ 3 ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിലുണ്ട്. ഉദാഹരണമായിട്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേഗം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആഗോള സാമ്പത്തിക വെല്ലുവിളിയെ അതിജീവിക്കാൻ ആവശ്യമായ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം എന്നുള്ളതിനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ധാരാളം നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. രാജ്യത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് നികുതി കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. നമ്മുടെ മൂലധന നികുതി വർദ്ധിച്ചിട്ടുണ്ട്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ദേശീയ അനുപാതത്തിന്റെ മേലെയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് രാജ്യത്തിന്റെ മൊത്തം വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ, അതും ഏറ്റവും ആധുനികമായ രീതിയിൽ പുതിയ കാലഘട്ടത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇപ്രാവശ്യം ഈ നമ്മുടെ ബഡ്ജറ്റിൽ ധാരാളം നിർദ്ദേശങ്ങൾ ഉണ്ട്. അതില് ഒന്ന്, നമ്മുടെ 2047 വരെ നമ്മുടെ നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഇറക്കുമതിക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ കുറച്ചുകൂടി സാമ്പത്തിക മേഖലയിൽ കുറച്ചുകൂടി അറിവുള്ള ആളുകളാണ്. അറിവുള്ള മീൻസ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് വ്യാപാരവും വാണിജ്യവും സമ്പദ് വ്യവസ്ഥയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് എന്നെക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്കത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ നിർമ്മിത ബുദ്ധി AI, ആ AI സാങ്കേതിക വിദ്യ, അതുപോലെ ഡാറ്റ ശേഖരണം, ഈ കമ്പനികൾക്ക് 2047 വരെ രാജ്യത്ത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നികുതി ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ അത് കയറ്റുമതിക്ക് കൂടി, ഇറക്കുമതിക്കാണ് നികുതി ഇളവെങ്കിലും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും അതിന്റെ പ്രൊഡക്ഷനും ഇന്ത്യൻ നിർമ്മിത കമ്പനികളുമായിട്ട് മാത്രമേ ചേർന്ന് നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.
ഇന്ത്യൻ നിർമ്മിത കമ്പനികളുമായി ചേർന്ന് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് ഇന്നിപ്പോ കയറ്റുമതി ആശ്രയിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിലൂടെ ഈ പ്രാവശ്യം ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വരുമാനത്തിൽ വലിയ വർധനവ് അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിച്ചിരുന്നത്. മറ്റൊന്ന്, വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിൽ ഒരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് പോകണം എന്ന് ധനകാര്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. നാം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടി വ്യക്തതയോടുകൂടി വരുന്ന ഒരു ദശകം എന്ന് പറയുന്നത് നാം എല്ലാം ടാർഗറ്റ് വെച്ചിട്ടുള്ളത് 2047 എത്തുമ്പോഴാണ്. അപ്പൊ 2047 മുമ്പെയുള്ള ഒരു ദശകം, ആ ഒരു ദശകം ഒരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് ഭാരതം മാറണം. ആ ഡിജിറ്റൽ എക്കണോമിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഈ ഡിജിറ്റൽ മേഖലയിലെ നിർമ്മാണ പ്രക്രിയകൾ മാറേണ്ടതായിട്ടുണ്ട് എന്ന് അവരുടെ ഈ ബഡ്ജറ്റിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ ജനങ്ങളുടെ പ്രതീക്ഷ പൂർത്തിയാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. ഇതില് ഒരു വിമർശനം വന്നിട്ടുള്ളത്, രാജ്യത്ത് കഴിഞ്ഞ ഒരു 4-5 ബഡ്ജറ്റുകളെ അപേക്ഷിച്ച് ചില മേഖലയിൽ ബജറ്റ് വിഹിതം കുറവാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ധനകാര്യമന്ത്രി സ്വീകരിച്ചൊരു സമീപനം, ഓരോ മേഖലയ്ക്കും പ്രത്യേകം അലോട്ട്മെന്റ് കൊടുക്കുന്നതിന് കൂടെ ചില മേഖലകൾ സംയുക്തമായി നടത്തേണ്ട ചില പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് നീക്കി വെച്ചിട്ടുള്ള പണം അത് മൊത്തം പരിഗണിക്കുന്ന സമയത്ത് മറ്റു മേഖലയുടെ ചെലവിന്റെ കൂടെ കൊടുക്കണം. ഉദാഹരണമായിട്ട് കാർഷിക മേഖല. ഇപ്പൊ കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പണത്തിന്റെ തോത് നോക്കുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റുകളെ അപേക്ഷിച്ച് വലിയ വർധനവുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഈ പ്രാവശ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാർഷിക മേഖലയെ ധനകാര്യമന്ത്രി കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിലെ ഈ സാങ്കേതിക വിദ്യയുമായിട്ടാണ്. അപ്പൊ സാങ്കേതിക വിദ്യ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഭാരത് വിസ്താർ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു പോർട്ടൽ ഗവൺമെന്റ് ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കുമ്പോൾ അതിലൂടെ ഒന്ന് കാർഷിക വിദ്യാഭ്യാസം, ആ കാർഷിക വിദ്യാഭ്യാസം തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക വിദ്യാഭ്യാസം, കാർഷിക ഗവേഷണം, പിന്നെ പരമ്പരാഗതമായ കൃഷി. അപ്പൊ പരമ്പരാഗതമായ കൃഷി, കാർഷിക ഗവേഷണം, കാർഷിക വിദ്യാഭ്യാസം, ഇത് മൂന്നും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മിത ബുദ്ധി എന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ കാർഷിക മേഖലയിലേക്ക് കൂടി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കൃഷിയെ ഒരു ആധുനിക സംവിധാനമായിട്ട് പരിവർത്തനം ചെയ്യുക. ഈ കൃഷി ആധുനിക സംവിധാനമായിട്ട് പരിവർത്തനം ചെയ്യുമ്പോൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പണവും അതോടൊപ്പം ഈ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച പണവും അത് രണ്ടും കൂടണം. ഇപ്പൊ ഞാൻ ഈ ബഡ്ജറ്റ് കഴിഞ്ഞ സമയത്ത് രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഒരു വിമർശനമായിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാർഷിക മേഖലകളിൽ വളരെ ചെറിയ മാറ്റങ്ങൾ. പക്ഷെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ 1.62 ലക്ഷം കോടി കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അതിൽ 1.40 ലക്ഷം കോടിയും മാറ്റിവെച്ചിട്ടുള്ളത് ഈ നിർമ്മിത ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ടുള്ള ഏറ്റവും നവീനമായിട്ടുള്ള സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിയെ ആധുനികവൽക്കരിക്കപ്പെടുക. പുതിയ കാലഘട്ടത്തിൽ ഈ പോർട്ടലിൽ കൃഷിക്കാർ രജിസ്റ്റർ ചെയ്യുകയും ആ പോർട്ടലിലൂടെ ഗവേഷണം, കാർഷിക വിദ്യാഭ്യാസം, ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്ന കാർഷിക പരീക്ഷണങ്ങൾ അവരെ ഉൾക്കൊള്ളിക്കുക, പുതിയ തരം സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ രാജ്യത്തിലെ കാർഷിക മേഖലക്ക് ഒരു പുതിയ മുഖം കൊടുക്കുകയാണ്. എന്തുകൊണ്ട് കാർഷിക മേഖല തകർന്നു എന്നുള്ളതിന് സ്വാമിനാഥന്റെ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, കാർഷിക രംഗത്ത് നവീനമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കാൻ രാജ്യത്തിലെ ഗവൺമെന്റുകൾ ശ്രമിച്ചിരുന്നില്ല. 70കളിൽ നാം ആശ്രയിക്കുന്നത് 50കളിലെ കാർഷിക രീതിയാണ്. 2010-ലും 2014-ലും 2015-ലും ഒക്കെ നാം സ്വീകരിക്കുന്നത് 1960കളിലും 70കളിലും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ സാധാരണ കർഷകന്മാർ ഉപയോഗിച്ച രീതി തന്നെയാണ്. അത് മാറിയിട്ടാണ് 2018-ൽ കാർഷിക രംഗത്ത് ഒരു പുതിയ പരിഷ്കരണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. അതിന്റെ തുടർച്ചയെന്നുള്ളതിലേക്കാണ് ഇപ്പോ പുതിയ സാങ്കേതിക വിദ്യകൾ കാർഷിക രംഗത്ത് പരീക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്.
ഞാൻ കാർഷിക മേഖലയെ കുറിച്ച് പറയുന്നത് രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷകളെ ഫുൾഫിൽ ചെയ്യുന്ന പറയുമ്പോൾ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ അവിടെ പ്രതീക്ഷകൾ അത് പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഈ ബഡ്ജറ്റിലുണ്ട്. അത് ഏറ്റവും ഇന്ത്യയിലെ കാർഷിക മേഖല വളർച്ചയ്ക്ക് ഏറ്റവും പ്രയോജനകരമാകുന്നത്. രണ്ടാമത് രാജ്യത്തിന്റെ ആരോഗ്യ മേഖല ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ആരോഗ്യരംഗത്ത് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മോഡി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോ ആയുഷ്മാൻ ഭാരത് പദ്ധതി അടക്കമുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളും എല്ലാ ഇൻഷുറൻസ് പദ്ധതികളും ഇതെല്ലാം ആരോഗ്യരംഗത്ത് നമ്മുടെ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്രാവശ്യം അതിന് നാം പുറകോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് ആരോഗ്യരംഗത്തെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുകയാണ്. ഇപ്പോ ബഡ്ജറ്റിനെ വിമർശിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെന്റ് മുൻഗണന നൽകിയില്ല എന്നതാണ്. പക്ഷെ ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കൽ മാത്രമല്ല, പെൻഷൻ കൊടുക്കൽ മാത്രമല്ല. രാജ്യത്ത് പൊതുവെ വളർന്നു വരുന്ന ചിന്താഗതി ക്ഷേമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക. പെൻഷൻ കൊടുക്കലല്ല യഥാർത്ഥമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എംപവർമെന്റ് ഉണ്ടാവുക, സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തത ഉണ്ടാവുക, സാമ്പത്തിക ശാക്തീകരണം ഉണ്ടാവുക, അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നത്. ഉദാഹരണം ആരോഗ്യരംഗത്ത് 10% വർധനമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം മാറ്റിവെച്ചത് 1.6 ലക്ഷം കോടി ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റിവെക്കുന്ന സമയത്ത് ധനകാര്യമന്ത്രി തന്നെ സൂചിപ്പിച്ചുള്ള കാര്യം, ആരോഗ്യരംഗത്ത് ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള പരിശ്രമം ഉണ്ടാവണം. കെമിക്കൽ പാർക്കുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ആരംഭിക്കുകയാണ്. നമുക്ക് ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും മരുന്ന് നിർമ്മാണ മേഖലയിൽ രാജ്യത്തിന് സ്വയം പര്യാപ്തത ഉണ്ടാവണം. 17-18 ജീവരക്ഷാ ഔഷധങ്ങളുടെ ഇപ്രാവശ്യം സമ്പൂർണമായിട്ടുള്ള നികുതി രഹിതമാക്കിയിട്ടുണ്ട്. അത് രാജ്യത്തിലെ വർദ്ധിച്ചു വരുന്ന ആളുകളുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പൊ ജീവരക്ഷാ ഔഷധങ്ങൾ മുഴുവനും തന്നെ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് രാജ്യത്തിൽ കെമിക്കൽ പാർക്കുകൾ ആരംഭിക്കുക എന്നുള്ളത് ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് ഇപ്രാവശ്യം ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. അതിനുകൂടി വേണ്ടിയിട്ടാണ് ആരോഗ്യരംഗത്ത് 10% തുക അധികമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ചും 2014 മുതൽ തുടർച്ചയായിട്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ നാം വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്തുന്നുണ്ട്. അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അതിന്റെ വേഗത അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് ഈ പ്രാവശ്യവും ബഡ്ജറ്റിൽ വ്യക്തമാണ്. ഈ പ്രാവശ്യം റോഡ് വികസനത്തിന് വേണ്ടി മാത്രം 8% അധികമായി നീക്കിവെച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ രാജ്യത്തിന്റെ റോഡ് വികസനം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. കേരളം പോലെയുള്ള ചുരുക്കം സംസ്ഥാനങ്ങളിലാണ് അത് പൂർത്തിയാക്കുന്നത്. ഇപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൂടി റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതോടുകൂടി അവിടെ റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് അത്ഭുതകരമായ രീതിയിലുള്ള മാറ്റം വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നേരത്തെ ബഡ്ജറ്റിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു, ഈ വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ഗ്രാമീണ റോഡുകളായിരിക്കും. അപ്പോ നമ്മുടെ മുമ്പിലുള്ളത് ദേശീയപാതകളാണ്, ദേശീയപാത വികസനമാണ്. ദേശീയപാത വികസനത്തിന്റെ കൂടെ ഗ്രാമീണ റോഡുകളുടെ വികസനം കൂടി ഉണ്ടാകുമ്പോഴാണ് രാജ്യത്തിന്റെ മുഖം മാറുക, കണക്ടിവിറ്റി കൂടുക. അപ്പോ രാജ്യത്തിലെ ഏതാണ്ട് 6-7 ലക്ഷം വരുന്ന ഗ്രാമങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന, രാജ്യത്ത് ഈ റോഡ് കണക്ടിവിറ്റി ഫലപ്രദമാക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രാമീണ റോഡുകളുടെ വികസനം ഉണ്ടാവണം. ആ ഗ്രാമീണ റോഡുകളുടെ വികസനം കൂടി സാധ്യമാക്കാൻ, തീരദേശ റോഡുകളുടെ വികസനം സാധ്യമാക്കാൻ, ഇപ്രാവശ്യം തീരദേശ റോഡുകളും ഗ്രാമീണ റോഡുകളും അത് യാഥാർത്ഥ്യമാക്കാനാണ് 8%, കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് 8% തുക കൂടുതൽ ഇപ്രാവശ്യം റോഡ് വികസനത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുപോലെ വർദ്ധിപ്പിച്ച മറ്റൊരു മേഖല പ്രതിരോധ രംഗത്താണ്. പ്രതിരോധ രംഗത്ത് ഈ കാലഘട്ടം നമുക്ക് ആവശ്യമാണ്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മുടെ പ്രതിരോധ രംഗത്ത് നാം സ്വയം പര്യാപ്തമാവുകയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സമയത്ത് നാം ഉപയോഗിച്ച എല്ലാ ആയുധങ്ങളും മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് രാജ്യത്ത് തന്നെ നിർമ്മിച്ചവയായിരുന്നു.
അപ്പൊ അതുകൊണ്ട് പ്രതിരോധ ഗവേഷണവും പ്രതിരോധ രംഗത്തെ ഉൽപാദനവും സ്വയം പര്യാപ്തമാവണം എന്നുള്ളത് കൊണ്ടാണ് ഒരു റെക്കോർഡ് നീക്കിയിരിപ്പാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. 15% രാജ്യത്തിലെ പ്രതിരോധ മേഖലയുടെ 15% അധികം തുകയാണ് രാജ്യത്തിലെ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. അപ്പൊ പ്രധാനപ്പെട്ട മേഖലകൾ കൃഷി, നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം, മറ്റൊന്ന് രാജ്യത്തിലെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമം. ഈ ബഡ്ജറ്റിൽ അത് കുറച്ചുകൂടി ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. പക്ഷേ നിർമ്മലാജി പറഞ്ഞൊരു വാചകം ഞാൻ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പത്രക്കാരെ കണ്ട സമയത്ത് അവർ സൂചിപ്പിച്ചൊരു വാചകം അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് 2000 മുമ്പ് ഭാരതം ഒരു ഇറക്കുമതി രാജ്യമായിരുന്നു. 2000 ശേഷം ഭാരതം ഒരു കയറ്റുമതി രാജ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ഒരു 10 വർഷം രാജ്യത്തിലെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വരുമാനത്തിന്റെ ഒരു 30-40%, നികുതിയേതര വരുമാനത്തിന്റെ 30-40% കയറ്റുമതിയിലൂടെ ലഭിക്കണം എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അത്രയും തുക ഒരു ഭാരതം പോലെയുള്ള വിശാലമായിട്ടുള്ള രാജ്യത്ത് കയറ്റുമതിയുടെ 30-40% തുക, നമ്മുടെ ആഭ്യന്തര വരുമാനത്തിന്റെ 30-40% കയറ്റുമതിയിലൂടെ ലഭിക്കണം എന്ന ഒരു വിശാലമായിട്ടുള്ള ക്യാൻവാസിൽ പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് രാജ്യത്തിലെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പരിശ്രമം എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന രീതിയിലുള്ള പരിശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ ഈ നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് 1990 നമ്മുടെ രണ്ടാം സാമ്പത്തിക പാത പരിഷ്കാരം ആരംഭിച്ച സമയത്ത്, മൻമോഹൻ സിംഗ് ആരംഭിച്ച സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചൊരു പദമുണ്ടായിരുന്നു. രാജ്യത്തിലെ കയറ്റുമതി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് നമ്മുടെ ബുദ്ധി നാം കയറ്റുമതി ചെയ്യുകയാണ്. ഹ്യൂമൻ റിസോഴ്സസ് കയറ്റുമതി, മനുഷ്യ വിഭവശേഷി നാം കയറ്റുമതി ചെയ്യുകയാണ്. അപ്പോ ഈ പ്രാവശ്യം ധനകാര്യമന്ത്രി പറഞ്ഞത് മനുഷ്യ വിഭവശേഷിയുടെ കയറ്റുമതി കുറക്കുകയും ഈ രാജ്യത്ത് മനുഷ്യ വിഭവശേഷിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള അവിടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം ലോകത്തെമ്പാടുമുള്ള ഭാരതീയരോട് തിരിച്ചു വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പൊ മനുഷ്യ വിഭവശേഷിയുടെ കയറ്റുമതി നിന്ന് മനുഷ്യ വിഭവശേഷിയുടെ ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള വിഭവശേഷിയെ കയറ്റുമതി ചെയ്യാൻ ആവശ്യമായ, അതിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് ബഡ്ജറ്റിലൂടെ നാം വായിക്കുന്ന സമയത്ത്. മറ്റൊന്ന്, സാമ്പത്തിക രംഗത്തെ 7 പോയിന്റുകൾ ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന്, വരുന്ന 5 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ബയോഫാർമ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നീക്കി വെച്ചിട്ടുള്ളത്. 7 മേഖലയിലേക്ക് പ്രത്യേകം നീക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഈ സെമി കണ്ടക്ടർ വികസനത്തിന്റെ ഭാഗമായിട്ട് ചിപ്പ് ഉപകരണം നിർമ്മാണത്തിന് അതിനുവേണ്ടി ബഡ്ജറ്റിന്റെ വലിയൊരു തുക മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് 2 കാര്യങ്ങളാണ് ധനകാര്യമന്ത്രി സൂചിപ്പിച്ചത്. ഒന്ന്, ഇന്ത്യൻ ഇന്റർനെറ്റിന്റെ വികസനവും അതിന്റെ പ്രോട്ടോകോളിന്റെ വികസനം, ഈ 2ഉം ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി 40,000 കോടി ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പുതിയ തലമുറയുടെ പുതിയ കാലഘട്ടത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച AI കാലഘട്ടത്തിലെ ലോക സാഹചര്യങ്ങളുടെ വെല്ലുവിളി അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. മറ്റൊന്ന്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് ഈ ധാതുമണലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണങ്ങളും അതിന്റെ വ്യാപാരങ്ങളും ഒക്കെയാണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ തോതിലുള്ള ധാതുമണൽ നിക്ഷേപമുണ്ട്. പക്ഷെ ഇത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോ നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, എല്ലാ ധാതുമണൽ, ലോകത്ത് അപൂർവമായിട്ടുള്ള ധാതുമണലിന്റെ മേഖലയാണ് ഭാരതം. പ്രത്യേകിച്ച് നമ്മുടെ തീരദേശ മേഖലകൾ മുഴുവൻ തന്നെ അത്യപൂർവമായിട്ടുള്ള ധാതുമണൽ കൊണ്ട് സമ്പന്നമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ പല കാരണങ്ങളാൽ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കേരളം കൂടി ഉൾപ്പെടുന്ന 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ധാതു ഖനനവുമായി ബന്ധപ്പെട്ടും അതിന്റെ ഗവേഷണത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി പണം മാറ്റി വെച്ചിട്ടുണ്ട്. മരുന്ന് നിർമ്മാണത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു.
മറ്റൊന്ന് കണ്ടെയ്നർ നിർമ്മാണം എന്നുള്ളത് ഭാരതം സ്വയം പര്യാപ്തതയിലേക്ക് പോകുന്നു. സ്വയം പര്യാപ്തതയിലേക്ക് പോകുന്നില്ല, ലോകത്തിൽ നമ്പർ 1 ആകാൻ വേണ്ടി നാം പോകുന്നു. അതിനുവേണ്ടി 10,000 കോടി ഇപ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നിട്ടുള്ളത് ഈ ബഡ്ജറ്റിലെ ഏറ്റവും ഒരു സ്വാഗതാർഹമായിട്ടുള്ള ആകർഷകമായ നിർദ്ദേശം രാജ്യത്ത് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ടെക്സ്റ്റൈൽ പാർക്കുകളെ സംബന്ധിച്ചാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലെന്താണ് ഇത്ര പുതുമ എന്നൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ അതിന് രാഷ്ട്രീയമുണ്ട്. ഞാനതിന്റെ സാമ്പത്തിക വശത്തെ കുറിച്ച് പറഞ്ഞു, രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു. ഭാരതം ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്തിരുന്ന നാടായിരുന്നു. ഈ രാജ്യത്തിലേക്ക് വിദേശികളായിട്ടുള്ള ആളുകൾ എല്ലാവരും വന്നിട്ടുള്ളത് ഇവിടുത്തെ കരകൗശല വിദ്യ അത് കണ്ടുകൊണ്ടാണ്, അതിൽ ആകർഷകരായിട്ടാണ്. വസ്ത്രനിർമ്മാണ മേഖലയിലെ കരകൗശല വിദ്യ എന്നുള്ളത് അത് അന്യം നിന്ന് പോവുകയാണ്. അത് ഭാരതീയമായിട്ടുള്ള, ഭാരതത്തിന് മാത്രം സാധിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ന് വിദേശ രാജ്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു. ലോകത്തിലെ 10-16 സർവകലാശാലകളിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭാരതീയ വസ്ത്രനിർമ്മാണ രംഗത്തുണ്ടായിട്ടുള്ള കരകൗശല വിദ്യയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സർവകലാശാലകളിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടോ ഒന്നും ഇതില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ലോകത്തിലെ, അതായത് കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്ത് ഏത് മേഖലയിലാണോ ലോകത്തിന് മുമ്പിൽ ഭാരതം അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഇപ്പൊ ബ്രിട്ടീഷ് രാജ്ഞിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ധരിക്കേണ്ട വസ്ത്രം നമ്മൾ ഇവിടെ നിന്ന് നെയ്ത് അയക്കുമായിരുന്നു ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ എന്ന് നാം പഠിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ലോകത്തിൽ വസ്ത്രനിർമ്മാണ രംഗത്തും വസ്ത്രത്തിന്റെ കയറ്റുമതി രംഗത്തും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്കുണ്ടായിരുന്ന അപ്പർ ഹാൻഡ് തിരിച്ചു കൊണ്ടുവരിക. 2047 വികസിത ഭാരതം എന്ന് പറയുമ്പോൾ 1947 ഈ രംഗത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അപ്പർ ഹാൻഡ് സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷമാകുമ്പോൾ 2047 ആകുമ്പോഴേക്കും ഇത് തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് അതിന്റെ രാഷ്ട്രീയം. അതിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മെഗാ ടെക്സ്റ്റൈൽ പാർക്കുകൾ രാജ്യത്തുടനീളം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ്. ഇതൊക്കെയാണ് രാഷ്ട്രീയമായി നോക്കിക്കാണുമ്പോൾ ബഡ്ജറ്റ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ആത്മനിർഭർ ഭാരത് എന്ന ആശയം സാക്ഷാത്കരിക്കുന്ന ബഡ്ജറ്റാണ്. സാമ്പത്തികമായിട്ട് വലിയ അച്ചടക്കം ഈ പ്രാവശ്യം പാലിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചെലവുകളും ഈ ബഡ്ജറ്റിലില്ല. ചെലവുകൾ പരമാവധി കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 4.4% ധനക്കമ്മി നിർത്തണം എന്നായിരുന്നു ധനകാര്യമന്ത്രി പറഞ്ഞത്. അത് ഏതാണ്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം 4.3%, ധനകാര്യമന്ത്രി പറയുന്നത് 4.3% ധനക്കമ്മി നിർത്താൻ സാധിക്കും ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ എന്നുള്ളതാണ്. നമ്മുടെ ബഡ്ജറ്റിലെ വരവും ചെലവും നോക്കുമ്പോൾ സാധിക്കും. കാരണം എപ്പോഴും വരവും ചെലവും തമ്മിലുള്ള അനുപാതം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ബഡ്ജറ്റിന്റെ ശാസ്ത്രീയമായിട്ടുള്ള മാനം. സാമ്പത്തിക രംഗത്ത് നാം നോക്കിക്കാണുമ്പോൾ, രാഷ്ട്രീയത്തിനപ്പുറത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ ഒരു ബഡ്ജറ്റിന് എത്ര മാർക്ക് കൊടുക്കണം എന്ന് സാധാരണ എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും പറയുക, ബഡ്ജറ്റിലെ വരവും ചെലവും തമ്മിലുള്ള അനുപാതം എന്താണ്. ഈ പ്രാവശ്യം ആ അനുപാതം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വരുമാനം നമ്മുടെ DGP 13.4% ഈ പ്രാവശ്യത്തെ നമ്മുടെ ചെലവായിട്ട് ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. മൊത്തം DGPയുടെ 13.4% ചെലവുണ്ട്. പക്ഷേ വരവ് ഏതാണ്ട് സമാനമായ രീതിയിൽ വന്നിട്ടുണ്ട്. മൊത്തം DGPയുടെ 11.2% വരവ് ഈ പ്രാവശ്യം ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 11.2% വരവും 13.4% ചെലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വരവും ചെലവും തമ്മിലുള്ള അനുപാതം മെല്ലെ മെല്ലെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി 2014 ഈ അനുപാതം വലുതായിരുന്നു. ഓരോ വർഷവും നമ്മൾ പരിശ്രമിച്ച് കുറച്ചു കൊണ്ടുവരികയാണ്. ഈ പ്രാവശ്യം അത് കുറച്ചുകൊണ്ട് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ധനകാര്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത് 4.3 എന്ന് പറയുന്ന ധനക്കമ്മിയിലേക്ക് ഈ പ്രാവശ്യം എത്തിക്കാൻ നമുക്ക് സാധിക്കും. സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാവരും ചൂണ്ടിക്കാണിച്ച ലോകത്തിലെ ഈ IMFും ലോകബാങ്കൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള റിസർവ് ബാങ്കിന്റെ ശുപാർശ അനുസരിച്ചുള്ള 4% ധനക്കമ്മിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഭാഗം എന്നുള്ളത് 4.3% ധനക്കമ്മിയിലേക്ക് ഈ പ്രാവശ്യം എത്തിക്കാൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ബഡ്ജറ്റ് പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ അഡ്രസ് ചെയ്യുന്ന, ഈ AI കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ ആസ്പിറേഷൻസിനെ അഡ്രസ് ചെയ്യുന്ന ബഡ്ജറ്റാണ്. രാജ്യത്തിലെ കാർഷിക മേഖലയും നിർമ്മാണ മേഖലയും AIയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. പ്രതിരോധ രംഗത്തും
അടിസ്ഥാന സൗകര്യ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ രംഗത്തും വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള ബഡ്ജറ്റാണ്. സാമ്പത്തിക അച്ചടക്കം പാലിച്ചുള്ള ബഡ്ജറ്റാണ്. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിനെ ഒരു യുവശക്തി ബഡ്ജറ്റ് എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി. അടുത്തതായി ഹാഫിസ് സാറാണ് സംസാരിക്കുക. മിനറൽ കോറിഡോർ, എക്സ്പോർട്ട് ഇമ്പോർട്ട് റേഷ്യോ, നമ്മളും യൂറോപ്പുമായിട്ടുള്ള മദർ ഓഫ് ഓൾ ട്രേഡ് ട്രീറ്റിയെ കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കും. ഹാഫിസ് സാറെ ക്ഷണിക്കും.